വാഷ്റൂം പോണം. ഞാൻ തുറന്നിട്ട് വാഷ്റൂമിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. വാഷ്റൂം പോണം. എന്താ എന്താ പറ്റി? നിന്റെ ഡയലോഗേ അവിടെ വെച്ചാൽ മതി, അവനോട് കാണിച്ചാൽ മതി. നീ ആരാണ് നിന്റെ വിചാരം? ഞാൻ തന്നെ. ഈ അമ്പാടിച്ചേട്ടൻ ഒരാൾ കാരണം ചെറ്റത്തരം കാണിച്ചിട്ടാണ് നീ അത് പറയാനുള്ള ഞങ്ങൾ ബിഗ് ബോസ് ഇവിടെ വന്നാണ് പേഴ്സണൽ ഗ്രഡ്ജ് എടുത്താലേ. വിഷമൊന്നുമല്ല. നിന്ന് തരാൻ സൗകര്യമില്ല. നിന്റെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാലേ ഇവിടെ വന്ന് കണ്ടേ അത് നിന്റെ കെട്ടിയോടൊന്നും നല്ല കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോട് സംസാരിച്ചുകൂടെ കുട്ടാ? എന്നോട് സോറി പറയാതെ ഞാൻ തുറക്കത്തില്ല. മിസ്റ്റർ മാധവൻകുട്ടി മാപ്പ് പറയണം. മാപ്പ് അതെ, കാര്യം നമ്മൾ നാറികളാണെങ്കിലും ഇത്തവണ ന്യായം നമ്മുടെ പക്ഷത്താണ്. സോറി പറയില്ല. നിന്നോട് എന്തിനാടി ഞാൻ സോറി പറഞ്ഞത്? നിന്നോട് എന്തിനാടി സോറി പറഞ്ഞത്? സോറി പറഞ്ഞേക്കെ. അതിന് ഞാൻ കാര്യം കാണാൻ കഴുത കാലം പിടിക്കുന്നല്ലേ ചില ഉപദ്രവിച്ച ഒരുവനെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല. ഇവനെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവർ രണ്ടുപേരും കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ഇവരെങ്ങോടെങ്കിലും ഒളിച്ചോടി പോണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കാമോ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. തുറന്നു വിടുള്ളൂ. എന്നാ ശരിയായിട്ടുള്ള വേറെ ആരും കൂടി പറയാറില്ല. സോറി എന്ന് ഞാൻ പറയില്ലട നാറി. സോറി ചത്തുപോയതിന്റെ അപ്പം വന്ന് പറയുടെ പട്ടി തെണ്ടി. നിന്നെ ഓടിച്ചിട്ട് പേപ്പറ്റിയെ കൊണ്ട് കടിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് സോറി പറയൂടെ തെണ്ടി. നീ ആരടാ? എന്റെ അമ്മയുടെ നായരോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? നിന്റെ കെട്ടിയോട് നടത്താതെ എന്നോട് നടത്തണ്ട. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. കേട്ടോ, നിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞല്ലോ വരാണ്ട് വരെ കേട്ടോളൂ. ആ കുട്ടികളെ ആ സംസ്കാരം നടത്തണ്ട. ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നൂബിനെ പെൺകോന്തനൊന്ന് അതുപോലെ തന്നെ ആ ലക്ഷ്മി ഹസ്ബൻഡിനെ പിടിച്ചിടുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിങ്ങളെ കളിയാക്കി സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കൊരു വിലയില്ല. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന്. കംപ്ലൈന്റ് ചെയ്യണം. പെൺകോന്തെന്ന് പറഞ്ഞ് നീ കംപ്ലൈന്റ് ചെയ്യണം. പിന്നെ കംപ്ലൈന്റ് ചെയ്യാൻ ഞാനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ? എന്ത് കേൾക്കാനാണോ? സൗകര്യമില്ല. ആളുകളെ കണ്ടിട്ടില്ലാന്നോ എന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. സോറി പറഞ്ഞത് ഇത്തിരി കൂടി പോയ സാർ. ഇല്ല, കറക്റ്റ് അളവാ. ഇനി ആരോടെങ്കിലും സോറി പറയണോ? വേണ്ട.